കഴിഞ്ഞ ദിവസം ഈ നായി യാത്രയുടെ ഭാഗമായിട്ട് രാഹുൽ ഗാന്ധി ആം, അലഹബാദ് സർവകലാശാലയുടെ ആ ഭാഗത്ത് വന്നപ്പോൾ അവിടെ വെച്ചിട്ട് നടന്ന സമ്മേളനത്തില് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുകയുണ്ടായി. ശരിക്കും പറഞ്ഞാൽ ഇങ്ങേര് ട്രോള് വാങ്ങിച്ചെടുക്കുകയാണോ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ട്രോളല്ല, മീൻസ് ഇങ്ങേര് ആൾക്കാരെ കൊണ്ട് ചോദ്യം ചോദിപ്പിക്കുകയാണോ, തങ്ങൾക്കെതിരെ തന്നെ ചോദ്യം ചോദിപ്പിക്കാനുള്ള ഒരു രീതിയാണോ ഇയാള് എന്നറിയത്തില്ല. ഇതാണ് പറയുന്നത് ശരിക്കും BJPയുടെ മെയിൻ ക്യാമ്പയിനർ രാഹുൽ ഗാന്ധിയാണ് എന്ന് പറയുന്നതിന്റെ കാര്യം ഇതാണ്. അതിനകത്ത് ഇയാൾ വന്നിട്ട് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, പിന്നോക്ക ദളിത് ഉടമസ്ഥതയിൽ ഒരു കമ്പനി പോലും, വൻകിട കമ്പനി പോലും ഇന്ത്യയിൽ ഇല്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നു. ജനസംഖ്യയിൽ 73% OBC ആണ്. ദളിത് ആദിവാസി വിഭാഗങ്ങളുണ്ട്. ഇനി ഇവരുടെ ഉടമസ്ഥതയിലൊന്നും രാജ്യത്ത് ഒരൊറ്റ അതായത് രാജ്യത്ത് നിലവിലുള്ള 200 മെയിൻ കമ്പനികളിൽ ഒരെണ്ണത്തിൽ പോലും ഇവരുടെ ഭാഗത്ത് നിന്നും ഇല്ല എന്നാണ് പറയുന്നത്. ഇനിയും പുള്ളി ജാതി സെൻസസിനെയാണ് അവിടെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്ത് സംസാരിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജാതി സെൻസസ് അത് യുവജനങ്ങൾക്ക് എന്തോ വലിയ സംഭവങ്ങളൊക്കെ കൊടുക്കും എന്നൊക്കെയാണ് ഇയാൾ അവിടെ നിന്ന് പ്രസംഗിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ ദളിത് OBC വിഭാഗത്തിലെ കുട്ടികൾക്ക് ഭാവിയില്ലാത്ത അവസ്ഥയാണ്. രാജ്യത്ത് OBC 50%, ദളിത് 15%, ആദിവാസികൾ 8%, എന്നിട്ട് അവരിൽ നിന്ന് 90 IAS മൊത്തത്തില് 90 IAS ഉദ്യോഗസ്ഥരിൽ 3 പേർ മാത്രമാണ് വരുന്നത് എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പറയുന്നത് വൻകിട വ്യവസായികളുടെ കടങ്ങളല്ലാതെ കർഷകര് കടങ്ങളൊന്നും എഴുതി തള്ളുന്നില്ല. രാമക്ഷേത്രം മെയിൻ ഇതാണ്. അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ OBC ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ട ആരെയും ക്ഷണിച്ചിരുന്നില്ല എന്നതാണ് അയാളുടെ മെയിൻ ആയിട്ടുള്ള കുത്തിത്തിരിപ്പ്. കുത്തിത്തിരിപ്പായിട്ട് അയാൾ പറഞ്ഞ ഒരു കാര്യം ആദ്യം തന്നെ, ഇനി ഇയാൾ പറഞ്ഞ ചില കാര്യങ്ങൾ, ആദ്യത്തെ സംഭവത്തിന് തന്നെ ഒരു മറുപടി എന്ന് പറയട്ടെ. 65 കൊല്ലം ശരിക്കും ഇന്ത്യ മഹാരാജ്യം ഭരിച്ചത് ഇയാളുടെ കുടുംബക്കാരും മാത്രമായിരുന്നു എന്നുള്ളതാണ്. ഇയാൾ ഭരിച്ചിട്ടില്ലെങ്കിൽ പോലും ഇയാളുടെ കുടുംബക്കാരായിരുന്നു എന്നുള്ള കാര്യം ഈ രാജ്യത്തെ നില ഈ ഭൂലോകത്തിന് മൊത്തം അറിയാവുന്ന കാര്യമാണ്. 47 നമ്മള് സ്വതന്ത്രമായി, നമ്മൾക്കൊപ്പം പോയിട്ട് അത് കഴിഞ്ഞതിന് ശേഷം റിലീസായ രാജ്യങ്ങൾ പോലും അഭിവൃദ്ധി പ്രാപിച്ചു ഉന്നതിയിലെത്തിയ സമയത്ത്, അതായത് ജപ്പാനൊക്കെ ഒരു ഗ്രോത്തിങ് സ്റ്റേജിലാണ്. നമുക്കറിയാം, ഹിരോഷിമ നാഗസാക്കി ആറ്റം ബോംബ് ഇട്ട് മൊത്തത്തിൽ നശിപ്പിച്ച് നാറാണക്കല്ലാക്കിയിട്ട ഒരു രാജ്യമാണ് ജപ്പാൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ ഇനി ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ പോയ രാജ്യമാണ്. വളർച്ച തുടങ്ങുന്നത് 1948 മനസ്സിലാക്കണം നമുക്കൊപ്പം. 2014 ഭാരതത്തിന്റെ 1/8 വലിപ്പമുള്ള ഈ ജപ്പാൻ എന്ന് പറയുന്നത് 4 ട്രില്യൺ ആയപ്പോഴും ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾ വെറും 2-ൽ കിടക്കുകയാണ്. ആലോചിച്ചോണം. അയാളുടെ അപ്പനപ്പൂപ്പന്മാര് ഭരിച്ചുകൊണ്ടിരുന്ന ഈ രാജ്യത്തെ സംഭവമാണ് പറയുന്നത്. ജപ്പാൻ 3-ാം സ്ഥാനത്ത് വരുമ്പോഴും നമ്മുടെ രാജ്യം 10-ാം സ്ഥാനത്തേക്ക് പോയി. ആർക്കായിരുന്നു പ്രശ്നം? ആരായിരുന്നു ഭരിച്ചത്? BJP ആയിരുന്നു ആ സമയത്ത് ഭരിച്ചിരുന്നത്. 2014 ഘട്ടങ്ങളിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് മൊത്തത്തിലുള്ള ഫോൺ കണക്ഷൻ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 28% മാത്രമായിരുന്നു അന്നുണ്ടായിരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഗ്രാമീണ വീടുകളിലെ വെള്ളം 83% വീടുകളിലും വെള്ളമില്ല 2014 സമയത്ത്. ഈ ടാപ്പ് വെള്ളമോ അല്ലെങ്കിൽ നല്ല കുടിവെള്ളം, ശുദ്ധവെള്ളം എത്തിച്ചു കൊടുക്കാൻ സാധിച്ചിരുന്നില്ല. അതുപോലെ തന്നെ രാജ്യത്തെ 31% വീടുകളിലും വൈദ്യുതി ഇല്ലായിരുന്നു എന്ന് മനസ്സിലാക്കണം. അതിന്റെ ഏറ്റവും ബെസ്റ്റ് ഉദാഹരണമാണ് കഴിഞ്ഞ മാസമാണ് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും അറ്റത്തുള്ള നമ്മുടെ വില്ലേജിൽ പോലും വൈദ്യുതി എത്തിച്ചു കൊടുത്തത് എന്ന് ആലോചിക്കണം. ആ വില്ലേജിൽ വൈദ്യുതി എത്തിച്ച് ആദ്യമായിട്ട് അവര് ഒരു ബൾബ് തെളിയുന്ന ദൃശ്യങ്ങൾ നമ്മുടെ പത്രമാധ്യമങ്ങളിൽ
കേരളത്തിൽ തന്നില്ലെങ്കിൽ പോലും മറ്റുള്ള പത്രമാധ്യമങ്ങളിൽ കൃത്യമായിട്ട് ഈ സംഭവം അടിച്ചു വന്നിരുന്ന ഒരു സന്ദർഭമുണ്ട്. ഒന്ന് ആലോചിക്കണം, 65 കൊല്ലം ഭരിച്ചവന് നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഗ്രാമങ്ങളിൽ വൈദ്യുതി എത്തിച്ചു കൊടുക്കാൻ സാധിച്ചില്ല. അതൊരു കാര്യമാണ്. ഇനി അടുത്തത്, ഗ്രാമീണ മേഖലയിൽ 2011 വരെ ദാരിദ്ര്യം എന്ന് പറയുന്നത് ഒരു 30% മുകളിലായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ശൗചാലയം ഇല്ല. 50% ആൾക്കാരും ഈ 2014 വരെയുള്ള ഘട്ടത്തില് ശൗചാലയം ഇല്ലാതെയാണ് ഉണ്ടായിരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 44% ആൾക്കാർക്കും സ്വന്തമായിട്ട് നല്ല ഒരു വീട് കയറി കിടക്കാൻ വീടില്ലാത്ത ഒരു ഘട്ടം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. അതുപോലെ തന്നെ നാഷണൽ ഹൈവേ, അത് നാഷണൽ ഹൈവേ എന്ന് പറഞ്ഞാല് നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ ഹൈവേ വികസനവും റോഡുകൾ പോലും, സാധാ റോഡുകൾ പോലും കൊണ്ടുവരുന്നില്ല അവരെന്ന് മനസ്സിലാക്കണം. അവരന്ന് പറഞ്ഞിരുന്നത് അവിടേക്ക് റോഡുകളും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്ന് അവിടെ വികസിതമാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ശത്രു രാജ്യത്ത് നിന്നുള്ള ആൾക്കാർ വന്ന് ആക്രമിക്കുമെന്നാണ് അതിന് പറഞ്ഞിരുന്ന അങ്ങേയറ്റം വിഡിതമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. നമ്മുടെ പാർലമെന്റിൽ, നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിൽ ആന്റണി ആയിരുന്നു ആ ഒരു സംഭവം കൃത്യമായിട്ട് പറഞ്ഞത്. കോൺഗ്രസിന്റെ പ്രതിരോധ മന്ത്രിയായിരുന്നു പറഞ്ഞത്. ആ സംസ്ഥാനങ്ങളിൽ നമ്മൾ കൊണ്ടുവന്ന് റോഡുകളും കാര്യങ്ങളും എല്ലാം, അത് ഞങ്ങളുടെ ഒരു നയമായിരുന്നു, അത് കൊണ്ടുവന്നാൽ സംഭവിക്കാൻ പോകുന്നത് അവിടെ ആക്രമണം ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം ഒന്ന് ആലോചിക്കണം. ഈ ആൾക്കാര് ബ്രോഡ്ബാൻഡ് കണക്ഷനുകൾ വെറും 6.5% മാത്രമായിരുന്നു നമുക്കുള്ളതെന്ന് മനസ്സിലാക്കാം. ഇന്നത് എത്രയുണ്ടെന്നറിയാവോ? 78 കോടിയായിട്ട് മാറിയിട്ടുണ്ട്. 6.5 ലക്ഷത്തോളം ബ്രോഡ്ബാൻഡ് കണക്ഷനുകൾ മാത്രമാണ് 2014 വരെ. 6.5 കോടിയോളം ബ്രോഡ്ബാൻഡ് കണക്ഷനുകൾ മാത്രമേ 2014 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത് 78 കോടി കണക്ഷനുകൾക്ക് മേളിലാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ISROയുടെ കാര്യം പറഞ്ഞ് കരയാറുണ്ട്. ISRO നെഹ്റുവിന്റെ സ്വപ്നമായിരുന്നു. പക്ഷെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആള് മരിക്കുന്ന ഘട്ടത്തില് നിൽക്കുന്ന നിപ്പി മരിക്കുക. രാവിലെ പോലും വിളിച്ച് സ്വന്തം കൂട്ടാളിയോട് ഇന്ന കാര്യങ്ങൾ പിന്നത്തേക്ക് ചെയ്യണമെന്ന് പറഞ്ഞു വെച്ചിട്ട് തന്റെ റൂമിലേക്ക് പോയി മരണമടയുന്ന നമ്മുടെ ISROയുടെ ചെയർമാനായിരുന്ന വിക്രം സാരാഭായി, അദ്ദേഹം എങ്ങനെ മരിച്ചു എന്നറിയില്ല. അദ്ദേഹത്തിന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല. ഒരു കാര്യങ്ങളുമില്ല. നിന്ന നിപ്പിൽ മരിച്ചുപോയ ഒരു മനുഷ്യനാണ്. അദ്ദേഹമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഈ ISRO എന്ന് പറയുന്ന ഈ സ്ഥാപനമൊക്കെ പണ്ടേ ഇന്ന് വരിച്ച നേട്ടങ്ങൾ കൈവരിച്ചു പോയേനെ. പക്ഷെ അത് അവർക്ക് സാധിച്ചില്ല. കാരണം എന്ന് വെച്ചാല് കൊന്നു കളഞ്ഞു പോയില്ലേ. അദ്ദേഹം എങ്ങനെയാണ്, എന്താണെന്ന് പോലും, അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും എന്താണെന്ന് പോലും അറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള ഡെലിഗേഷൻസിന് വേണ്ട അവരുടെ ഓട്ടോപ്സിയും കാര്യങ്ങളും ഒക്കെ എല്ലാം ചെയ്ത് കൃത്യമാക്കി മരണം സംശയത്തിന് അതീതമാക്കി വെക്കേണ്ടതാണ്. പക്ഷെ അതൊന്നും നമ്മുടെ ഗവൺമെന്റ് ചെയ്തിട്ടില്ല എന്ന് കാണാവുന്നതാണ്. അത് ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ്. 75 മുതൽ 2014 വരെയുള്ള കാലഘട്ടത്തില് 35ഓളം പ്രധാനപ്പെട്ട ഉപഗ്രഹ വിക്ഷേപണങ്ങൾ മാത്രമാണ് നമ്മൾ ചെയ്തിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷെ ആ ഘട്ടത്തില് 2014 മുതൽ 2023 വരെയുള്ള NDA സർക്കാരിന്റെ കാലത്തില് 389ഓളം പ്രധാനപ്പെട്ട മിഷനുകളും അതുപോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് തന്നെയുള്ള ഉപഗ്രഹങ്ങളാണ് അത് വിക്ഷേപിച്ചിട്ടുള്ളത്. ബാക്കി അന്യരാജ്യക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുള്ള ഒരുപാട് മിഷനുകളുണ്ട്. അപ്പം ഇതെല്ലാം കൂടി എങ്ങനെ വന്നു എന്നുള്ളത് ചിന്തിക്കണം. 65 കൊല്ലം ഭരിച്ചവന് ഇതൊക്കെ നേടരുതായിരുന്നോ? 65 കൊല്ലവും വെറും 10 വർഷവും കൂടി ഈക്വലൈസ് ചെയ്യപ്പെടുന്നതെന്ന് പറഞ്ഞ ഒരു ലോജിക്കും ഇല്ലാത്ത കാര്യമാണ്. 65നെയും 10നെയും കൂടി എങ്ങനെ നമുക്ക് തുലനം ചെയ്യാൻ സാധിക്കും? ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതേ രീതിയിലുള്ള ഓരോ കാര്യങ്ങളായിരുന്നു നമ്മുടെ ഈ രാജ്യത്ത് നടന്നത്. LICയെ പിടിച്ച് ദേശസാൽക്കരിക്കുന്നു, പിന്നെ എയർ ഇന്ത്യയെ പിടിച്ച് ദേശസാൽക്കരിച്ചു. എന്നിട്ടൊക്കെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? ഈ വക കാര്യങ്ങളിലൊക്കെ ഒന്നും ഉണ്ടായില്ല. പിന്നെ ഇവര് പറയുന്ന എന്നിട്ട് ഇത്രയും ഭരിച്ചു മുടിച്ച് ഇത്രയും നാള് ഇരുന്നവര് പറയുകയാണ് ഈ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളുടെ വിഭാഗത്തിൽ നിന്നും ഒരു പ്രധാനപ്പെട്ട
ഒരു നല്ലൊരു കമ്പനി ഉണ്ടായില്ലെന്ന്. എന്തായിരുന്നു ഇവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ലായിരുന്നു? ഈ ആൾക്കാരെയൊക്കെ ഇവർക്ക് പഠിപ്പിച്ചെടുക്കാൻ പാടില്ലായിരുന്നോ? നല്ല വിദ്യാഭ്യാസം ഇവരുടെയൊക്കെ ഏരിയയിൽ കൊടുക്കാൻ പാടില്ലായിരുന്നോ? ഇതൊന്നും ഈ 65 കൊല്ലം കൊണ്ട് ഇവർക്ക് സാധിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇവർ ഈ 10 കൊല്ലം ഭരിക്കുന്നവരുടെ തലയിലോട്ട് കയറാൻ വരുന്നതിന്റെ കാര്യം എന്താണെന്നാണ് മനസ്സിലാക്കാൻ പറ്റാത്തത്. 65 കൊല്ലം കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കാത്ത കാര്യങ്ങൾ 10 കൊല്ലം കൊണ്ട് ഒരാൾ നേടിയെടുക്കണം എന്ന് അല്ലെങ്കിൽ നേടണം എന്ന് പറയുന്നതിനകത്ത് ഇയാളുടെ ബുദ്ധി എത്രത്തോളമാണ് എന്നുള്ള കാര്യമാണ് ഇതിനകത്ത് മനസ്സിലാക്കേണ്ട സംഭവം. 65 കൊല്ലം ഞങ്ങൾ ഭരിച്ചിട്ട് ഞങ്ങൾക്ക് ഈ വക കാര്യങ്ങളൊന്നും നേടാൻ സാധിച്ചില്ല, ഞങ്ങൾക്ക് ഇതിന്റെ ഭാഗങ്ങളൊന്നും ചെയ്യാൻ സാധിച്ചില്ല. പോട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഇവിടുത്തെ കേരളത്തിലെ പോലെ നാറാണത്തുപ്രാന്തം ഭരണം ആയിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓഗിളി ചെയ്ത് കളിച്ചതുകൊണ്ട് മാത്രമാണ് അത് സാധിക്കാതെ പോയത്, ഞങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇത് അങ്ങനെ ആയിരുന്നില്ല നമ്മുടെ രാജ്യത്തെ ഭരണം. കണ്ടിന്യൂസ് ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അവർക്ക് ഇതൊന്നും ചെയ്തു കൊടുക്കാൻ സാധിച്ചില്ല. എന്നിട്ടാണ് ഇന്ന് വന്നിരുന്ന് നമ്മളോട് പറയുന്നത്. അതുപോലെ തന്നെ രാമക്ഷേത്രത്തിന്റെ കാര്യം പറയാൻ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് എന്ത് അവകാശമാണ് കോൺഗ്രസിനുള്ളത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. രാമക്ഷേത്രത്തിൽ ഒരാളെ വിളിച്ചോ വിളിച്ചില്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. പക്ഷെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ കോൺഗ്രസിന്റെ ഒരു വക്താവിന് എന്ത് അവകാശമാണ് ഉള്ളതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം എത്ര കോടികൾ ചെലവാക്കിയിട്ടാണ് ഇതിനെതിരെ ഇവര് കേസുകൾ പറഞ്ഞിരുന്നത് നമ്മുടെ സുപ്രീം കോടതിയിൽ. കൃത്യമായിട്ട് ഇവരൊരു കാര്യം, ഒരു വേർഡിക്റ്റ് നേടിയെടുക്കാനോ സംഗതികളോ ഒന്നും പറഞ്ഞില്ല. ഇതിനെതിരെയും ഇവരെ വാദിച്ചു എന്നുള്ളതാണ്. 10-27 കോടി രൂപയ്ക്ക് മുകളിലാണ് ഇതിനൊക്കെ വേണ്ടിയിട്ട് എക്സ്പെൻസ് അന്ന് ചെലവാക്കി പോയിക്കൊണ്ടിരുന്നത്. നമ്മുടെ സേതു പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആദംസ് ബ്രിഡ്ജ് എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു സംഗതി രാമൻ നിർമ്മിക്കപ്പെട്ടു എന്ന് പറയുന്ന ശ്രീലങ്കയിലെ ആ ഭാഗത്തുള്ള ആ ഒരു പാലം രാമസേതു, ഇതിനെതിരെ അഫിഡവിറ്റ് കൊടുത്ത ആൾക്കാരാണ് ഇവര്. അന്ന് സോണിയാഗാന്ധി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു സംഭവത്തിന് യാതൊരു തെളിവുമില്ല, അതിന് പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള ഇങ്ങനെ പറയുന്ന ഇമ്പോർട്ടൻസ് ഒന്നുമില്ലാത്തതാണ് എന്ന് ആ രാമസേതു പൊളിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് പൊളിച്ചു നീക്കിയിട്ട് കപ്പൽ ചാല് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് സാങ്ഷൻ കൊടുക്കണം എന്ന് പറഞ്ഞ് അഫിഡവിറ്റ് കൊടുത്ത ഒരു ഗവൺമെന്റിന്റെ ആള് വന്നിരുന്നിട്ട് പറയുകയാണ് അവിടെ ദളിതരെ ക്ഷണിച്ചിട്ടില്ല എന്ന്, അല്ലെങ്കിൽ OBC വിഭാഗങ്ങളിൽ നിന്ന് ആളെ ക്ഷണിച്ചിട്ടില്ല എന്ന്. അങ്ങനെ പറയേണ്ട കാര്യം സത്യം പറഞ്ഞാൽ ആലോചിച്ച് നോക്കിക്കേ. ഓരോ വിഭാഗങ്ങളിൽ നിന്നും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആൾക്കാരെ എല്ലാം ആ ഒരു ക്ഷേത്ര ട്രസ്റ്റ് വിളിച്ചിട്ടുണ്ട്. അതിപ്പം കേന്ദ്ര ഗവൺമെന്റിന്റെ, അതായത് BJP ഗവൺമെന്റിന്റെ തലയിലോ അല്ലെങ്കിൽ BJPക്കെതിരെയോ സംസാരിച്ചു കൊണ്ടുവന്ന് വെക്കേണ്ട ഒരു കാര്യമല്ല രാമക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. രാമക്ഷേത്രം എന്ന് പറയുന്നത് BJP അല്ല നിർമ്മിച്ചത്, അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് അല്ല നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനൊരു പ്രത്യേക ട്രസ്റ്റ് ഉണ്ട്. ആ ട്രസ്റ്റാണ് അതിനുവേണ്ടി ഫണ്ട് രൂപീകരിച്ചത്, ആ ട്രസ്റ്റാണ് അതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത്. അവരാണ് അതിന്റെ അധികാരികൾ. ആരെ വിളിക്കണം ആരെ വിളിക്കണ്ട എന്നുള്ളതെല്ലാം തീരുമാനിക്കുന്നത് അവർ തന്നെയാണ്. അങ്ങനെ പറഞ്ഞാൽ OBCയിൽ നിന്ന് ആരെയും വിളിച്ചിട്ടില്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ പ്രധാനമന്ത്രി തന്നെ OBCയെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് പോരി, അദ്ദേഹം അല്ലേ അവിടുത്തെ ചടങ്ങുകൾക്ക് യജമാന കർമ്മത്വം വഹിച്ചുകൊണ്ടിരുന്ന ആള്. അപ്പൊ പിന്നെ OBC വിഭാഗത്തിൽ നിന്ന് റെപ്രസെന്റേഷൻ ഇല്ലെന്ന് ഇയാൾ പറഞ്ഞതിന് അതിലെ കാര്യം എന്താണ്? ഇത് കൂടാതെ താഴേക്കിടയിൽ നിന്നും, അതായത് പ്രധാനപ്പെട്ട എല്ലാ വ്യക്തികളെയും ഇവര് സ്പെഷ്യലായിട്ട് വിളിച്ചിട്ടുണ്ട്. ഇങ്ങേയറ്റം അവിടെ ഇവിടെ ഈ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ലേഡി അവിടുത്തെ ഹോസ്പിറ്റലിൽ, അവർ അച്ഛൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു പണിയാണ്. പിന്നീട് അവർ അച്ഛൻ കടുത്ത മദ്യപാനത്തിലേക്ക് പോവുകയും പിന്നീട് അത് അവർക്ക് തുടർന്ന് കൊണ്ടുപോകാതിരിക്കുകയും പറ്റുന്ന ഒരു സാഹചര്യത്തിൽ, വീട്ടിലെ ഒരു സാഹചര്യത്തിന്റെ ഭാഗമായിട്ട് ഈ സ്ത്രീ അത് ഏറ്റെടുത്ത് ഇന്നിപ്പം മെയിനായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അവിടുത്തെ ഓട്ടോപ്സിക്ക് എല്ലാത്തിനും സഹായം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ അതിന് സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ലേഡിയെ വരെയും ആ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിന് വിളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഞങ്ങള് OBCയെ മാത്രം പ്രതിനിധീകരിച്ച് ഇന്നയാളെ വിളിക്കുന്നു, SC/STയെ മാത്രം പ്രതിനിധീകരിച്ച് ഇന്നയാളെ വിളിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംഗതിയില്ല. BJPയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ആ ഒരു പ്രസ്ഥാനത്തിനെയോ അല്ലെങ്കിൽ ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതൊരു സംഗതികൾക്കും ഞങ്ങള് വലിയവൻ ചെറിയവൻ അല്ലെങ്കിൽ സവർണൻ അവർണൻ
OBC-കാരൻ, SC-കാരൻ, ST-കാരൻ എന്ന് കാണുന്നില്ല. ആ ഒരു സമത്വ ഭാവനയാണ് അവിടെ ഉള്ളത്. അവിടെ ചെയ്തത് ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തികള്, അല്ലെങ്കിൽ പ്രശസ്തരായ വ്യക്തികള്, ഹിന്ദു ധർമ്മവുമായിട്ട് അടുത്ത് നിൽക്കുന്ന വ്യക്തികള്, ഇങ്ങനെയുള്ളവരെയാണ് അവിടെ ആ ക്ഷേത്രം ഉദ്ഘാടനത്തിനോ അല്ലെങ്കിൽ അതിന്റെ കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് വിളിച്ചിട്ടുള്ളത്. അല്ലാതെ രാജ്യത്തുനിന്ന് പ്രത്യേകിച്ച് ഇന്ന ജാതിയുടെ റെപ്രസെന്റേറ്റീവ്, അപ്പൊ ഇവന്റെയൊക്കെ ജാതിവാദമാണ് അതിനകത്തിൽ ആലോചിക്കേണ്ടത്. ഏത് തരത്തിലുള്ള ഈ ജാതി മത വർഗീയ ചിന്തകൾ ഏതൊക്കെ തരത്തിലാണ് ഈ രാഹുൽ ഗാന്ധിക്കൊപ്പം നിൽക്കുന്ന, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയും കൊണ്ടുവന്ന് വെക്കുന്നത് എന്നാണ് അതിനകത്ത് ചിന്തിക്കുന്നത്. അതിനൊരു ബെസ്റ്റ് ഉദാഹരണം തന്നെയാണ് ഇപ്പോഴത്തെ ഈ ജാതി സെൻസസ് എന്ന് പറഞ്ഞ് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന ഈ ഒരു സംഗതി തന്നെ. അത് ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഇപ്പൊ അതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നമ്മൾ പറയണ്ട. എന്നിട്ടാണ് ഇവര് വന്നിരുന്നോണ്ട് ഈ വക കാര്യങ്ങൾ പറയുന്നത്. പിന്നെ കർഷകരുടെ ഇത് ചെയ്തിട്ടില്ല, കർഷകരുടെ ഇത് ഒന്നും എഴുതി തള്ളിയിട്ടില്ല എന്ന് പറയുന്ന ഘട്ടത്തില് ഇന്ന് 27ഓളം പദ്ധതികള് NDA ഗവൺമെന്റിന്റെ ഓൺ പ്രോജക്റ്റ്, ഫുള്ളി ഫിനാൻസ് ചെയ്യുന്ന സപ്പോർട്ടഡ് പ്രോജക്റ്റുകൾ ഇന്നിപ്പം ഇന്ത്യ ഗവൺമെന്റ് റൺ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് എന്നാണ് കാണേണ്ടത്. നമ്മുടെ കർഷകർക്ക് സഹായത്തിന് വേണ്ടിയിട്ട് എല്ലാ മേഖലയിലും അവരെ സഹായിക്കുന്നുണ്ട്. വളത്തിന്റെ മേഖലയിലാണെങ്കിലും അത്യാധുനിക കാര്യങ്ങൾ, ഡ്രോൺ പോലെയുള്ള സംഗതികൾ കൊണ്ടുവന്ന് നമ്മൾ കണ്ടതാണ്. ഹിമാചൽ പ്രദേശിലെ കൃത്യമായിട്ട് ഈ മഞ്ഞ് വീഴുന്ന സമയങ്ങളിൽ അവിടെ കയറി ആപ്പിളുകൾ പറിച്ചെടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഡ്രോൺ ഉപയോഗിച്ച് ആ ആപ്പിളുകൾ പറിച്ചു കൊണ്ടുവരാനുള്ള ഫെസിലിറ്റീസ് വരെ ഇന്ന് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് കർഷകർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു സാഹചര്യമാണ്. പണ്ടത്തെ തരത്തിലുള്ള കർഷക ആത്മഹത്യ ഇന്ന് ഇന്ത്യയിലില്ല. റേറ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുമില്ലാത്ത ഒരു സാഹചര്യമാണ് നമുക്കുള്ളത്. 6000 രൂപ വീതം ഒരു കർഷകന് ഒരു വർഷം അവന്റെ അക്കൗണ്ടിൽ ഒരു പൈസയുടെ ചെലവില്ലാതെ, ഇതൊന്ന് രജിസ്ട്രേഷൻ ചെയ്യാൻ പോകാൻ പോലും ചെലവില്ല. പിന്നെ ഏതെങ്കിലും ഒരു എന്തുവാ നമ്മള് ഇപ്പം രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അക്ഷയ പോലെയുള്ള ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ പോയാൽ അവർക്ക് ചിലപ്പോൾ ഫീസ് കൊടുക്കേണ്ടി വരും. അല്ലാതെ വേറൊരു തരത്തിലുള്ള ഒരൊറ്റ ഒരു ചെലവ് പോലും ഇല്ലാതെയാണ് വർഷത്തിൽ 6000 രൂപ അവനവന്റെ പോക്കറ്റിൽ കിട്ടുന്നത് എന്ന് ആലോചിക്കണം. കർഷകർക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അതൊരു കാര്യമാണ്. അതേപോലെ തന്നെ മറ്റൊരു സംഭവം കൂടിയാണ് ഇയാള് പറഞ്ഞ ഈ വലിയ ആൾക്കാരുടെ പൈസ തിരിച്ചു കൊണ്ടുവരുന്നത്. നമ്മൾ ഒരുപാട് പരാതി കേട്ടതാണ്. 15 ലക്ഷം രൂപ എല്ലാവരുടെയും അക്കൗണ്ടിൽ കിട്ടുമെന്ന്. പക്ഷെ ഏതായാലും ഇന്നിപ്പം നമ്മുടെ കഴിഞ്ഞ ദിവസവും സഞ്ജീവ് വാചസ്പതി ഇരുന്ന് അദ്ദേഹം കൃത്യമായിട്ട് AS അരുൺകുമാറിനെ കൊണ്ട് അതിന്റെ കറക്റ്റ് ട്രാൻസ്ലേഷൻ, ഹിന്ദി ട്രാൻസ്ലേഷൻ പറയിപ്പിക്കുന്നത് നമ്മൾ കേട്ടതാണ്. ഇവിടുന്ന് ലൂട്ട് ചെയ്തു പോയി അന്യ രാജ്യങ്ങളിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന പൈസ അത് കൊണ്ടുവന്നാൽ ഇത്രയും രൂപ വീതം ഓരോ ആൾക്കും കൊടുക്കാൻ പറ്റും എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. അതിവിടെ കൊണ്ടുവരാൻ സാധിക്കണം. പക്ഷേ സംഭവിച്ചത് നമ്മൾ കണ്ടതാണ്. ഈ ഒരു ഗവൺമെന്റിന്റെ ടേൺ അങ്ങോട്ട് മാറിക്കഴിഞ്ഞ ഘട്ടത്തിൽ തന്നെയും കൃത്യമായിട്ട് സ്വിസ് ബാങ്ക് അല്ലെങ്കിൽ മറ്റുള്ള ബാങ്കുകളിൽ നിന്നും ഈ പൈസ ഉൾപ്പെടെയുള്ളവ വലിച്ചിട്ട് ചൈനയിൽ നിക്ഷേപം നടത്തിയ ഒരു സംഭവം കണ്ടാണ്. ഒരു ഘട്ടത്തിൽ ചൈനയിൽ നിന്ന് ഹ്യൂജ് എമൗണ്ട് ആയിരുന്നു നമ്മുടെ ബാങ്കുകളിലേക്കൊക്കെ നിക്ഷേപം നടത്തിയത്. HDFC, ICICI ഒക്കെ അതിനകത്ത് പ്രധാനമായിരുന്നു. പിന്നീടാണ് അതിനെതിരെ അന്വേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നത്. അപ്പം ഈ പെട്ടെന്ന് ഒരു ചേഞ്ച് വന്നപ്പോൾ മാറ്റിക്കൊണ്ട് വന്ന് അടുത്തടുത്ത് കൊണ്ടെന്ന് വെച്ച് അവിടുന്ന് നിക്ഷേപം നടത്താനും മാത്രം കഴിവുകളുള്ള ആൾക്കാര്. അപ്പൊ ഈ പൈസ കൊണ്ടുവരാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ് ഇവരിതാണ് പറയുന്നത്. അവര് തിരിച്ചു വലിച്ചു കൊണ്ടുവന്ന് വെച്ച് വേറെ രാജ്യത്ത് വെച്ചിട്ട് അവിടുന്ന് ഉപയോഗിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി അതും പോട്ടെ, അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് നമുക്ക് ഈ ന്യൂസുകളെ റിപ്പോർട്ടുകളിലും ഒക്കെ നമ്മളിങ്ങനെ വായിച്ചും കാര്യങ്ങളും ഒക്കെ കേട്ടതാണ് ഒരു സംഭവം. അത് കഴിഞ്ഞിട്ട് പിന്നെയും പറയാനുള്ളത് നമ്മുടെ ഈ വലിയ വലിയ കോടീശ്വരന്മാർക്ക് കടം കൊടുത്ത ഏതാണ്ട് BJP ഗവൺമെന്റ് ആയിരുന്നു ഈ കോടീശ്വരന്മാർക്കൊക്കെ ഉണ്ടാക്കി ഈ കടം കൊടുത്തിട്ട് പോയിരുന്നത്. ഈ കൊണ്ടുപോയമാരെല്ലാരും കടം വാങ്ങിച്ചത് UPA ഭരണകാലത്ത് കിട്ടിയ കടമാണ്. അല്ലാതെ മോദി ഗവൺമെന്റ് കടം കൊടുത്തിട്ട് മോദി ഗവൺമെന്റിനെ പറ്റിച്ചിട്ട് പോയിട്ടുള്ള കടം
ചിലപ്പോ ഇപ്പം എന്തെങ്കിലുമൊക്കെ ലാപ്സ് ആയി കിടക്കുന്ന കാണുമായിരിക്കാം, എനിക്കറിയില്ല കൃത്യമായിട്ട്. എങ്കിൽ പോലും ഈ വലിയ തോതിൽ കൊണ്ടുപോയവന്മാരെല്ലാവരും പൈസ എടുത്തിരുന്നത് യു പി എ ഭരണകാലത്താണെന്നും പിന്നെ അതിന് ശേഷം എൻ ഡി എ ഗവൺമെന്റ് വന്ന് നമ്മുടെ ഫിനാൻസ് സെക്ടർ, നമ്മുടെ ഇക്കണോമിക് സെക്ടർ പല പല റീഫോംസ് കൊണ്ടുവന്നിട്ട് അതിനെ ശുദ്ധീകരിക്കാൻ നടക്കുന്ന ഒരു ശ്രമം നടക്കുന്ന ഒരു ഘട്ടത്തില് അവർക്ക് തീർച്ചയായിട്ടും ഈ പറയുന്നത് കൂട്ട് തിരിച്ചടയ്ക്കാൻ പറ്റാതെയോ പുതിയ ലോണുകൾ എടുത്ത് ഇതിനെ റീപേ ചെയ്യാൻ പറ്റാതെയോ ഒക്കെ പറ്റുന്ന സാഹചര്യത്തിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുകയും ഇവന്മാരിട്ടിട്ട് പോവുകയും ചെയ്തു. എന്നാൽ പലതിനെയും തിരിച്ചു കൊണ്ടുവന്ന് നമ്മുടെ കിങ്ഫിഷറിന്റെ എന്തുകളുടെ പേര്, വിജയ് മല്യ, അയാളുടെയൊക്കെ സ്വത്ത് കണ്ടുകെട്ടി അത്രയും സ്വത്ത് പൈസ നമ്മുടെ ബാങ്കുകളിലേക്ക് അടച്ചു. ഇന്നിപ്പം NPA നമ്മുടെ ബാങ്കുകൾക്ക് വളരെ കുറവാണ്. ഇന്ത്യ മഹാരാജ്യത്തു നിന്ന് ഏറ്റവും വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കിയ സെക്ടർ ആയിട്ട് അല്ലെങ്കിൽ ബാങ്കിങ് സെക്ടർ മാറുന്ന ഒരു ഘട്ടം നമ്മൾ കാണുകയാണ്. NPA കുറയുന്നു, അവരുടെ പ്രോഫിറ്റ് കൂടുന്നു. അതുപോലെ തന്നെ SBI അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗ്രോത്ത് ആണ് ഇപ്പം രേഖപ്പെടുത്തിയിരിക്കുന്നതും. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായി SBI മാറുന്ന ഒരു ചരിത്രവും നമ്മൾ കണ്ടു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇതൊക്കെ എനിക്ക് ജസ്റ്റ് വായിച്ച് അല്ലെങ്കിൽ ന്യൂസുകളിൽ നിന്നും കിട്ടുന്ന അറിവുകളിൽ കൂടി മാത്രമാണ് ഇത്രയൊക്കെ കാര്യങ്ങൾ പറയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പം ഇത് കൃത്യമായി അനലൈസ് ചെയ്യുന്ന ആൾക്കാർക്ക്, മനസ്സിലാകുന്ന ആൾക്കാർ, ഇതിനെ എത്രത്തോളം ബോധ്യപ്പെട്ടിട്ടുള്ള ആൾക്കാരും ഉണ്ടാവും. ഈ ഘട്ടങ്ങളൊന്നും ഇതുപോലും ചിന്തിക്കാത്ത അല്ലെങ്കിൽ ഇതുപോലും വായിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ നേതാവാണ് ശരിക്കും പറഞ്ഞ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത്. രാഹുൽ ഗാന്ധിയുടെ തലയ്ക്ക് തന്നെ ആണിയടിക്കുന്ന പ്രസ്താവനകളാണ് ദിവസവും ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അയാൾ ഈ വക കാര്യങ്ങൾ പറയുമ്പോൾ അയാളോട് ആൾക്കാർ തിരിച്ചു ചോദിക്കുന്ന ഒറ്റ ഒരു കാര്യമുള്ളൂ, ഒരേ ഒരു കാര്യങ്ങൾ ചോദിച്ചാൽ ഇതെല്ലാം അവിടെ പൊളിഞ്ഞു പോകും. 65 കൊല്ലം നീയും നിന്റെ വീട്ടുകാരും ഈ ഒരു രാജ്യം ഭരിച്ചതിന് ശേഷം അച്ഛനപ്പൂപ്പന്മാരെ അമ്മ സഹിതം ഈ രാജ്യം ഭരിച്ചു. എന്നിട്ട് ഉണ്ടാക്കാൻ പറ്റാതെ ഒരു കാര്യങ്ങളും 10 വർഷം ഭരിച്ച ഒരു ഗവൺമെന്റിന്റെ തലയിലേക്ക് കൊണ്ടുവന്ന് വെക്കുന്നതിനകത്തുള്ള ഔചിത്യ ബോധ്യമാണ് മനസ്സിലാക്കേണ്ടത്. ഇതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും പറയുന്നത് രാഹുൽ ഗാന്ധി തന്നെയാണ് ഈ BJP യുടെ മെയിൻ ക്യാമ്പയിനർ എന്ന് പറയാനുള്ളത്.